ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിന്റെ അനുഭവത്തെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ സിന്ധു ഷൈജു ആണ്. ആ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്ററിന്റെ ജീവിതത്തില് നല്ല ഒരു സാക്ഷ്യമുണ്ടെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ. ഈ സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. നിങ്ങളുടെ സന്നിധാനത്തിൽ അടിയനും പ്രിയ സിസ്റ്ററുമായി കടന്നു വരുന്നു. അപ്പാ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും കർത്താവെ പ്രസ്താവിക്കുമ്പോൾ അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കേൾക്കുന്നവരുടെ ആത്മീക വർധനവിനും കർത്താവെ ഹല്ലേലൂയ കർത്താവിനോട് ഹല്ലേലൂയ അടുക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട്. നിങ്ങളുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തിയാട്ടോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സിസ്റ്ററെ, എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? പ്രൈസ് ലോർഡ്. ഞാന് പഞ്ചാബിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കർത്താവിന്റെ വേലയോടൊപ്പം ആണല്ലോ. അതെ, ഞങ്ങള് ഇവിടെ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്ററിനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഷെയർ ചെയ്താട്ട്. പ്രൈസ് ലോർഡ്. ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സിസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങള് ഇന്നലെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിനകത്തും ഭാഗ്യമൊരുക്കി. എൻ്റെ ചെറിയ പ്രായത്തില് ആണ് ഞാൻ ഒരു +1 +2 ആ സമയത്താണ് എനിക്ക് കർത്താവിനെ അറിയാനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം നൽകി തന്നത്. ദൈവത്തെ അറിഞ്ഞു, പക്ഷെ ഒരു ചർച്ചിൽ പോകുന്നു, അങ്ങനെ ഒരു അനുഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പപ്പ മരിച്ചുപോയി. എനിക്ക് 6 വയസ്സുള്ള സമയത്താണ് എൻ്റെ പപ്പ ഞങ്ങളെ വിട്ടുപോയത്. അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല. എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങള കൊലപ്പെടുത്തിയതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ചെറിയ പ്രായം, അത്ര നല്ല സുഖകരമായ ഓർമ്മകളോ നല്ല ഓർമ്മകളൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് വളരെ കുറവാണ്. നല്ല രീതിയിൽ നല്ലൊരു വസ്ത്രം ധരിക്കാനില്ലാതെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒക്കെ അങ്ങനത്തെയൊക്കെ ഒരു ലൈഫായിരുന്നു. കാരണം എൻ്റെ അമ്മ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബം പുലർന്നിരുന്നത്. എനിക്കൊരു സഹോദരിയുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് ഞങ്ങളുടെ പപ്പയുടെ അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഈ ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിക്കണം, അതുപോലെ തന്നെ വീട്ടിലത്തെ ചെലവുകൾ ഇച്ചിരി കഷ്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എങ്കിലും ഞങ്ങളുടെ അമ്മ ഞങ്ങളെ എന്താ പറയുക, ആരുടെ മുന്നിലും കൈ നീട്ടാൻ ഇടവരുത്താതെ, അതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മസ്റ്റായിരുന്നു. നമ്മുടെ വിഷമങ്ങള് മറ്റു ആരായിട്ട് അങ്ങനെ ഷെയർ ചെയ്യരുത്. നമ്മൾ ഉള്ളതിൽ നല്ല തൃപ്തിയായിട്ട് ജീവിക്കണം. മറ്റുള്ളവർ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലാത്തവരെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെ അടുത്ത് കൂട്ടുകൂടുന്ന ഒരു സ്വഭാവമാണെങ്കിലും നമ്മുടെ ഇല്ലായ്മകൾ അതിപ്പോഴും എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ അത് ഒത്തിരി അമ്മ ഞങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്ന ആ കാര്യങ്ങൾ ഒത്തിരി നല്ലതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഫീൽ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ വേദനകളാണെങ്കിലും ഒക്കെ നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം അത് അവരെ വേദനിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർ ഒരു പുഞ്ചിരി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ കൂടുതൽ വിഷമം പറയുമ്പം അത് അവരെയും കൂടി ആ ഒരു തരത്തിലാക്കും എന്നൊക്കെ പറഞ്ഞു തന്നാണ് വളർത്തിയത്. എങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 പഠിക്കുന്ന സമയത്ത്
എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് യേശുവിനെ കൊണ്ടുവന്നത് എൻ്റെ ചേച്ചിയാണ്. ഞങ്ങള് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എന്നാൽ അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. എൻ്റെ അമ്മ ഒരു ഈഴവ സ്ത്രീയും എൻ്റെ പപ്പ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എൻ്റെ പപ്പയുടെ മരണശേഷം ഞങ്ങള് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് വീതം കിട്ടിയ സ്ഥലത്താണ് ഞങ്ങള് വീട് വച്ച് താമസിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അധികം എൻ്റെ പപ്പയുടെ വീട്ടുകാർ ഇച്ചിരി കാശുകാരായതുകൊണ്ട് അവരുമായിട്ട് അത്ര വലിയ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അമ്മയുടെ വീട്ടുകാര് ആയിരുന്നു അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ നമ്മള് അവരോടൊപ്പം ചേർന്ന് അമ്പലത്തിൽ പോവും, എല്ലാ കാര്യങ്ങളും അങ്ങനെ സഹകരിച്ച് ഇരുന്ന ഒരു ഇത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വളർന്നു വന്നത്. എന്നാൽ +1 +2 സമയത്ത് എൻ്റെ വീട്ടിൽ ചേച്ചിയാണ് ആദ്യം യേശുവിനെ കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് അതൊട്ടും താല്പര്യമില്ല. കാരണം നമുക്കിങ്ങനെ പെന്തിക്കോസ്തുകാരെ ഇഷ്ടമല്ലാത്തൊരു ഒരു സാഹചര്യമായിരുന്നു. അപ്പം അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനായിരുന്നു എൻ്റെ വീട്ടിലെ ഏറ്റവും എതിർപ്പ്. ഞാൻ പറയും, നിങ്ങളൊക്കെ പോയാലും ഞാൻ മാത്രം വരത്തില്ല, എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിങ്ങനെ കൈയടിക്കണത് ഇഷ്ടമല്ല, ആഭരണം ഉരണത് ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ എൻ്റെ ചേച്ചിക്ക് ശേഷം ഞാനാണ് വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങി തിരിച്ചത്. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര അനുഭവമായിരുന്നു. കാരണം എൻ്റെ ചേച്ചി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഞങ്ങളുടെ മാമന്റെ വീടുണ്ട്. അപ്പൊ അവിടെ ഒരു ബൈബിൾ ക്ലാസ് നടക്കുമായിരുന്നു. അപ്പൊ എൻ്റെ ചേച്ചി ആ ബൈബിൾ ക്ലാസ്സിന് പോയി. അപ്പൊ 1-2 ദിവസങ്ങളൊന്നും ഞാൻ പോയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം, ഇത് എന്തുവാ ഇവരിവിടെ പറയുന്നേ, അല്ലെങ്കിൽ എന്തുവാ അവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായി. ഞാൻ അവരാരും അറിയാതെ അതിന്റെ വെളിയിൽ നിന്ന് കാര്യങ്ങളെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ രക്ഷിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് കേട്ടു. ഞാൻ ഇതുവരെയും യേശുവിനെ കുറിച്ച് അത്രയും ഡീപ്പായിട്ട് കേൾക്കാത്ത പല കാര്യങ്ങളും വന്ന് അവിടെ അവർ ചർച്ച ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ അതുവരെയും കേൾക്കാത്ത വചനങ്ങളെ ഒക്കെ ഞാനിങ്ങനെ കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അതെന്നെ ടച്ച് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇത്തരം കാര്യങ്ങള്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു പിതാവും അല്ലെങ്കിൽ ഒരു മകളും തമ്മിലുള്ള ഒരു ബന്ധം യേശുവുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ സകല വിഷമങ്ങളും നമുക്ക് തുറന്നു പറയാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. ഞാനത് എൻ്റെ ഹൃദയത്തിനകത്ത് വെച്ച് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോന്നു. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പൊ എൻ്റെ ചേച്ചി എന്നെ ഇങ്ങനെ ചർച്ചിലേക്ക് വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പള്ളിയിൽ പോയതിന് ശേഷം ഞാനിങ്ങനെ ആരാധനയ്ക്ക് പോകുന്ന ഒരു അനുഭവം, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ തുടക്കം. ഞാൻ അങ്ങനെ വന്നു, ദൈവത്തെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം സ്നാനപ്പെട്ടു. സാധാരണ ഒരു ഗതിയിൽ ചർച്ചയിൽ പോകുന്ന ഒരു അനുഭവമായിരുന്നു. എങ്കിലും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഇച്ചിരി വ്യത്യാസങ്ങൾ വരുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ആവശ്യങ്ങൾ ഞാനിങ്ങനെ ഒരു അപ്പനോട് പറയുന്ന പോലെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അതിനുശേഷം എൻ്റെ പഠിത്തം കഴിഞ്ഞു. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഒരു 20-21 വയസ്സിൽ എൻ്റെ കല്യാണം കഴിയാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ വേറൊരു അനുഭവത്തിലേക്ക് കടന്നുപോയി. എന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് കല്യാണം കഴിച്ചതെങ്കിലും മുഴുത്തൊരു മദ്യപാനിയായിരുന്നു. അത് എൻ്റെ പപ്പ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. പിന്നെ എനിക്കിങ്ങനെ ഈ ഒച്ചകളും ബഹളങ്ങളൊക്കെ ഭയങ്കര പേടി, അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് ഞാൻ എത്തപ്പെട്ടത് അങ്ങനത്തെ ഒരു ഭവനത്തിലേക്ക്. എന്നാൽ അവിടെ കുടിച്ചങ്ങനെ വഴക്കുണ്ടാക്കോ ബഹളം ഉണ്ടാക്കോ അങ്ങനത്തതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവം ആയിപ്പോയി. പലപ്പോഴും കുടിച്ച് ലെക്ക് കേട്ട് പല സ്ഥലത്തുനിന്നും ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു എൻ്റെ ഭർത്താവ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവര് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ മുട്ടുമ്പോ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു 2 വർഷത്തിന് ശേഷം യേശുവിനെ കുറിച്ച് ഒരു ചെറിയൊരു ആഗ്രഹം ഹൃദയത്തിനകത്ത് വന്നു. എന്നെ ആരാധനയ്ക്ക് എന്നെ കൊണ്ടാക്കും, അതൊക്കെ പക്കയാണ്, ചർച്ചിലേക്ക് വരും. പക്ഷെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ജീവിതത്തിനകത്തുണ്ട്. ഞാൻ ആരടുത്തും പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ പോലും എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവർ അറിയാനായിട്ട് തുടങ്ങിയത്. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ആരോടും ഷെയർ ചെയ്തില്ല. കാരണം എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകി തരുമെന്നൊരു ഉറപ്പ് എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പ്രാർത്ഥിക്കും തോറും മദ്യപാനം കൂടി വന്ന ഒരു സാഹചര്യമായിരുന്നു.
എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് എനിക്കൊരു എമർജൻസി ആയിട്ട് ഒരു സർജറി എൻ്റെ ജീവിതത്തിനകത്ത് വേണ്ടി വന്നു. എൻ്റെ യൂട്രസിനകത്തൊരു 2 ട്യൂബിനകത്തും മുഴയായിരുന്നു. ഫെലോപ്പിയൻ ട്യൂബ് 2ഉം കട്ട് ചെയ്ത ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇനി തലമുറ ഉണ്ടാകത്തില്ല. കാരണം മെഡിക്കൽ സയൻസ്, മെഡിക്കൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാം ആ ട്യൂബ് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ തലമുറ എന്ന് പറയുന്നത് അതൊരു സ്വപ്നം മാത്രമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു, കർത്താവെ ഇത് പലരും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കൊക്കെ അതൊരു ഇഷ്ടക്കേടായി ആ ഒരു അനുഭവം വന്നു. എങ്കിലും പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, തലമുറ ഉണ്ടായില്ലെങ്കിലും നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു. ആ സമയത്തേക്ക് അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ കുറച്ചും കൂടി ദൈവവുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഹസ്ബൻഡും ആ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. 2012 കൂടി 2008 എൻ്റെ വിവാഹം കഴിഞ്ഞു. 2010-12 കൂടി പൂർണ്ണമായിട്ടും മദ്യപാനത്തിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒത്തിരി കണ്ണുനീരിന്റെ അല്ലെങ്കിൽ ഒത്തിരി രാത്രിയിൽ ഉറങ്ങാതിരുന്ന പ്രാർത്ഥിച്ചതിന്റെ ഫലമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. കാരണം അതിനൊരു സാഹചര്യം, പല പല സാഹചര്യങ്ങൾ കർത്താവ് എൻ്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകി കൊടുത്തു. കർത്താവ് എനിക്ക് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കർത്താവ് എനിക്ക് സ്വപ്നം കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതേപോലെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൂട്ടുകാര് ഉപദ്രവിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞു. അത് ഉപദ്രവിക്കാൻ മാത്രമല്ല, പിന്നെ അതൊരു കേസായി, പിന്നെ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നത് ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതുകൊണ്ട് ഇന്ന് കൂട്ടുകാരൊപ്പം ഒന്നും പോകണ്ട, വേഗത്തില് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരണം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നെ ഒത്തിരി പരിഹസിച്ച് പുള്ളി അങ്ങ് പോയി. പക്ഷെ അന്ന് രാത്രി അതുപോലെ തന്നെ സംഭവിച്ചു. കൂട്ടുകാര് ഒത്തിരി ഉപദ്രവിച്ച് ഒരു കാടിന്റെ അകത്ത് കൊണ്ടുവന്ന് ഇടാനൊക്കെ ഇടയായി തീർന്നു. ഒത്തിരി അന്വേഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് കണ്ട് കിട്ടിയത്. പക്ഷെ ആ സമയത്ത് അന്ന് രാത്രി ഒത്തിരി വൈകിയാണ്, എനിക്ക് തോന്നുന്നത് വെളുപ്പാവുന്ന സമയത്താണ് എൻ്റെ ഷൈജാന്റെ പപ്പ പോയിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ കാലിൽ പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ, നീ കണ്ട സ്വപ്നം ശരിയാണെന്ന് പറയാനിടയായിരുന്നു. അന്ന് മുതലാണ് ജീവിതത്തിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാനായിട്ട് ഇടയായി തീർന്നത്. അത് പിന്നെ ഇങ്ങനെ ചർച്ചിലേക്ക് വരിക എന്നുള്ളത് മാറി വചനം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മാറ്റങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ആ സമയത്ത് ഒരു സർജറി ജീവിതത്തിനകത്ത് കടന്നു വന്നു. ആ 2 ട്യൂബും കട്ട് ചെയ്തു. എല്ലാവരും പറഞ്ഞു ഇനി തലമുറ ഉണ്ടാവില്ല എന്ന്. ഞങ്ങളുടെ ഡോക്ടറും ഇങ്ങനെ പറഞ്ഞു, ബൈ ചാൻസ് ഒരെണ്ണത്തിന് കിട്ടിയാൽ നമ്മളിന്ന് സമാധാനിപ്പിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ആൺതലമുറയെ കർത്താവ് ദാനമായിട്ട് തന്നു. അവനെ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഡോക്ടർമാർക്ക് ഒത്തിരി അത്ഭുതമായി പോയി, ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊരു അത്ഭുതമായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം, അവനൊരു പക്ഷേ അംഗവൈകല്യമുള്ള കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാത്ത കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ദബുദ്ധി, അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ഒരു കുഞ്ഞായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നൽകി തന്നു. അത് ദൈവത്തിന്റെ വലിയൊരു നീതിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അതിനുശേഷം അങ്ങനെ പോയി. ആ കുഞ്ഞും കൂടി ഉണ്ടായ സമയത്ത് കുറച്ചും കൂടി ദൈവത്തോട് എൻ്റെ ഹസ്ബൻഡ് അടുക്കുവാനും ദൈവത്തിന്റെ മറുപടിയാണെന്ന് മനസ്സിലാക്കാനും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ഒന്ന് ജീവിതത്തെ കൈമാറിയ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡിന് ഒരു വർക്ക് എന്ന് പറയുന്നത് മോഡുലർ കിച്ചന്റെ വർക്കായിരുന്നു. അത് ഒരു വീടിന്റെ വർക്ക് ഫുള്ള് എടുത്ത് അതിനകത്തുള്ള ഫുള്ള് കട്ടില ജനല തൊട്ട് അടുക്കളയിലത്തെ ക്യാബിനറ്റ് ഫുള്ള് ഒരു കാർപ്പൻറ്ററി വർക്ക്, അതായത് കിച്ചൺ ക്യാബിനറ്റ്, മോഡുലറി ആയിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റ്, അതിന്റെ ഒരു വർക്കായിരുന്നു. അത് ഫുള്ള് വർക്ക് മൊത്തത്തിൽ എടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പം ആ സമയത്ത് ആ സൈറ്റില് ഒരു ബ്രദർ കടന്നു വന്നു, ഒരു ഹിന്ദു സഹോദരനായിരുന്നു. അപ്പം എന്നും ആ
ബ്രദർ ഇങ്ങനെ അധികം ആൾക്കാരുടെ അടുത്ത് സംസാരിക്കത്തില്ല, ഫുഡ് കഴിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ഒരു അനുഭവം. അപ്പം കുറച്ച് ദിവസം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കാര്യം എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ വളരെ വേദനയോട് കൂടി ഒരു കാര്യം പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം മറ്റും ആയി, അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ ആ ചേട്ടന്റെ വീട്ടുകാര് നിർബന്ധിക്കുകയാണ് ആ സ്ത്രീനെ ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു കല്യാണം കഴിക്കാനായിട്ട്. പക്ഷെ അവര് നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അപ്പൊ ഇതിങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പകല് ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ആ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങി, ഒരു നല്ല ഉറക്കത്തിന്റെ സമയത്ത് പെട്ടെന്ന് തന്നെ ആരോ ഇങ്ങനെ തട്ടി വിളിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി. ഞാൻ ചാടി എഴുന്നേറ്റു. ഒരു ശബ്ദം കേട്ടു ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്തോറും എന്റെ സ്വസ്ഥത ഇങ്ങനെ നഷ്ടപ്പെടുന്നത് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തു. രാവിലെ ആവുന്ന വരെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവരെ വിളിക്കണം. എന്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുകയാണ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അന്ന് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം ഒന്നും പ്രാപിച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല ഇത് ആത്മാവാണ് സംസാരിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ആ ഒരു സമയത്ത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അവര് ഹിന്ദുക്കളാ, എന്തോ അവരെ വിളിച്ച് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, വിളിച്ചു തരാൻ പറഞ്ഞു. വിളിച്ചു. എനിക്ക് അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചവർ. പക്ഷെ ഞാനിങ്ങനെ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷെ ചിരിച്ചേക്കാം, കളിയാക്കിയേക്കാം. പക്ഷെ എന്തോ എനിക്കൊരു ഹൃദയത്തിനകത്ത് ഒരു ഭയങ്കര ഒരു ഇത് തന്നിട്ടാണ് ഞാനിങ്ങനെ വിളിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അവര് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങള് ഒരു കുഞ്ഞ് ഉണ്ടാകാനുള്ള സകല ട്രീറ്റ്മെന്റും ചെയ്തു, രക്ഷയില്ല. അമ്പലങ്ങളും പള്ളികളും കയറി ഇറങ്ങി, നേർച്ച കാഴ്ചകൾ ചെയ്തു, ഇതൊന്നും രക്ഷയില്ല ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കണതിൽ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് ഫ്രീ ആയി. പിന്നെ എൻ്റെ ആ മനസ്സിനകത്ത് ഒരു വലിയൊരു ഒരു ഭാരം ഇങ്ങനെ ചുമക്കുന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ അത് ഞാനിങ്ങനെ അതെൻ്റെ നിന്ന് മാറിപ്പോയതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഫ്രീ ആയി. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറയായില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെ. എന്നാൽ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണോ ഇവർ കരയുന്നത്. പക്ഷെ അവരുടെ സന്തോഷം കൊണ്ടാണ് അവർ കരഞ്ഞത്. ആ സിസ്റ്റർ കൺസീവ് ആവാനായിട്ട് ഇടയായി തീർന്നു. കൺസീവായി ഒരു 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞു അത് ഇരട്ട കുഞ്ഞുങ്ങളെയാണ് കർത്താവ് അവർക്ക് ഉദരത്തിനകത്ത് നൽകിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഇനി തലവനെ കുറിച്ച് ഒരു കുഞ്ഞുണ്ടായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട, ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞെങ്കിൽ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് മറുപടി ലഭിച്ചതുപോലെ അല്ലെങ്കിൽ പകരം കൊടുത്തതുപോലെ എന്റെ ലൈഫിനകത്തും ഒരു തലമുറയെ എന്റെ ഉദരത്തിനകത്ത് വഹിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ കർത്താവ് ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ ഉദരത്തിനകത്ത് വഹിക്കാനായിട്ട് സാഹചര്യം ഒരുക്കി. പക്ഷെ അത് എൻ്റെ ആ ഒരു പീരീഡ് അതൊന്നും റെഗുലർ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അറിയായില്ല. കാരണം അത് ചിലപ്പോൾ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞൊക്കെ ആയിരിക്കും ആ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അത് വരാതിരുന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണവും ഒരു വയ്യായൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഒരു അംഗൻവാടിയിലത്തെ ആൾക്കാർ വന്ന് ഇങ്ങനെ പറയാം എൻ്റെ ഈ ക്ഷീണമൊക്കെ കണ്ടായപ്പോൾ അവര് പറഞ്ഞു സിന്ധു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ആ കാർഡ് വേസ്റ്റ് ആക്കാന്നുള്ളതെ ഇല്ല, കാരണം ഇത് തന്നെ അത്ഭുത ശിശുവാ. അപ്പൊ ഇനി ഒരു കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു ഇനി ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ നിർബന്ധത്തിലാണ് ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു അവൾക്കൊരു 2 മാസം ആയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇത് അറിഞ്ഞത്. എന്നാല് ആ കുഞ്ഞുണ്ടായി ആ സമയത്ത് ഞങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ദൈവത്തിന്റെ നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു തന്നപ്പം ദൈവവുമായിട്ട് ആഴത്തിലൊരു ബന്ധത്തിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്നു. അതിനുശേഷം ഞങ്ങൾ മറ്റവർക്കും കുട്ടികളുണ്ടായോ? അവർക്ക് 2 അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. ആരോഗ്യമുള്ള നല്ല 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് നൽകി കൊടുത്തു. എൻ്റെ മോളും അവരും തമ്മിൽ മാസങ്ങളുടെ വ്യത്യാസമുള്ളൂ. അവർക്കും ദൈവം അവർക്ക് നൽകി കൊടുത്തു.
അനുഗ്രഹിക്കപ്പെട്ട നല്ല കുഞ്ഞുങ്ങള്. അതിനുശേഷം ഞങ്ങള് 2013 എന്റെ മോള് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്റെ കുഞ്ഞിന്റെ മോളുടെ ഒരു വിഷയം പറയുവാണെങ്കിൽ, അവള് 8ാം മാസത്തിൽ അവള് എമർജൻസി ആയിട്ട് സർജറി ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അവൾക്ക് അനക്കക്കുറവായിരുന്നു. എന്നാൽ അതും എനിക്കറിയാം ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു. അതിന്റെ പുറകിലും ദൈവത്തിന്റെ ഒരു അത്ഭുതത്തെ കാണുവാൻ ദൈവം ജീവിതത്തിനകത്ത് ഭാഗ്യമൊരുക്കി. അവളെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സർജറി ചെയ്തെടുത്തു. കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു. അവൾക്ക് ശരിയായ ഓക്സിജന്റെ അളവോ ഷുഗർ ലെവൽ ഇതെല്ലാം കുറവായിരുന്നു. പെട്ടെന്ന് തന്നെ അവളെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഞാൻ ആ ഹോസ്പിറ്റലിൽ കടന്നു. എന്റെ സർജറിയുടെ സമയത്ത് എനിക്ക് കുറച്ച് മരണകരമായ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എന്റെ സർജറി സ്യൂച്ചറിങ് എല്ലാം കഴിഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് BP കൂടി. ആ സ്യൂച്ചറിങ് എല്ലാം വിട്ടുപോയൊരു സാഹചര്യം. വീണ്ടും റീസർജറി ചെയ്യുന്ന സമയത്ത് എന്റെ ബ്ലാഡറിന് ചെറിയ പരിക്കുകളൊക്കെ പറ്റി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാനും ക്രിട്ടിക്കലായിട്ടും അവളും ക്രിട്ടിക്കലായിട്ട് അങ്ങനെ കിടന്നു. കുറച്ച് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ കുഞ്ഞിനെ കാണുവാനായിട്ട് എന്റെ നിർബന്ധത്തിന് ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് എന്റെ കുഞ്ഞ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 8ാം മാസത്തിലുള്ള കുഞ്ഞാണ്. വളരെ തൂക്കക്കുറവുള്ള ഒരു കുഞ്ഞായിരുന്നു. ഞാൻ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ വിഷമമായി. കാരണം ഇതിന് ഞാൻ എങ്ങനെ നോക്കിയെടുക്കും? 1600 മറ്റോ അത്രയും തൂക്കം ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി മെഷീൻസ് ഒക്കെ ഘടിപ്പിച്ച് NICUലായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവേ, ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനെ നോക്കിയെടുക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചു. പക്ഷെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വന്നു. ഇവളുടെ അടുത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവളുടെ ദേഹത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രേരണ എന്റെ ഹൃദയത്തിനകത്ത് വന്നു. ഞാൻ അവളുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴൊക്കെ NICUല് അവളെ പരിചരിക്കാനായിട്ട് കയറുന്നു ആ സമയത്തൊക്കെ അവളുടെ ദേഹത്ത് കൈവച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എനിക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവളുടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവള് മരുന്നുകളോട് പ്രതികരിക്കുവാനായിട്ട് തുടങ്ങി. അവളുടെ ആരോഗ്യ സ്ഥിതികൾക്ക് വ്യത്യാസം വരുവാനായിട്ട് തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു ഹാർട്ടിന് വലിയ ഹോളാണ്, 1% പോലും ചെവി കേൾക്കാത്തൊരു കുഞ്ഞായിരുന്നു. എന്നാൽ അവൾക്ക് അങ്ങനെ അതിന് പ്രാർത്ഥിച്ചുള്ള ഷുഗർ ലെവല്, ഗ്ലൂക്കോസിന്റെ ലെവല്, ഓക്സിജൻ ലെവലൊക്കെ പെട്ടെന്ന് വ്യത്യാസം വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അത് വന്ന് പെട്ടെന്ന് അവളെ NICUന്ന് ICUലേക്ക് മാറ്റി. അവിടെ നിന്ന് മദർ വാർഡിലേക്ക്, സാധാരണ വാർഡിലേക്കൊക്കെ മാറ്റി. ആ സമയത്ത് ഇവളുടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഞങ്ങളെക്കാൾ ഒരു 2 മാസം മുന്നേ ഹോസ്പിറ്റലിൽ വന്ന ഒരു സിസ്റ്റർ ആയിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരി ഇവളെ ഇവിടുന്ന് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചേച്ചിയുടെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാ? അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു, ചേച്ചിക്ക് എന്തോ ഒരു മാന്ത്രിക വിദ്യയുണ്ട്. കാരണം ഈ NICUൽ നല്ല ക്രിട്ടിക്കലായിട്ട് കിടന്ന ഒരു കുഞ്ഞാണ് ചേച്ചിയുടെ കുഞ്ഞ്. അപ്പൊ ചേച്ചിക്ക് എന്തോ ഒരു മാന്ത്രിക വിദ്യയുണ്ട്. ഞാൻ എപ്പോ നോക്കുമ്പോഴും ചേച്ചി അവളുടെ അടുത്ത് വരുമ്പോ അവളുടെ ദേഹത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഉരുവിടുന്നതായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോ മനസ്സിലായില്ല. പക്ഷെ എങ്കിലും ഞാൻ പെട്ടെന്ന് സെൻസ് ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ മന്ത്രം ജപിച്ചതെന്നല്ല, ഞാൻ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചതാണെന്ന് പെട്ടെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, എന്നാ അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ആ ദൈവത്തോട് എനിക്കും എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും, ഇനി അടുത്ത പ്രാവശ്യം കയറുമ്പം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഷിവറിങ്ങോട് കൂടിയിട്ടുള്ള ഭയങ്കരമായിട്ട് പനി വന്നു. അവിടെ ഞാൻ ആ പനി ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ അഡ്മിറ്റ് ആക്കുന്ന ഒരു സാഹചര്യം വരും. ഞാൻ പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് കഴിച്ചു. എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ആ പനി വന്നപ്പോൾ മനസ്സിലായി. ഞങ്ങളെ പെട്ടെന്ന് അവിടെ നിന്ന് സാധാരണ വാർഡിലേക്ക് ഞങ്ങളെ മാറ്റിയായിരുന്നു. അവിടെ വന്നു. പിറ്റേ ദിവസം ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് അവിടെ വാർഡിനകത്ത് ഡോക്ടറിന്റെ റൗണ്ട്സിന് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പം ഈ സിസ്റ്റർ ഡോക്ടറിന്റെ റൗണ്ട്സിന് സമയത്തിന് മുന്നായിട്ട് ഈ സിസ്റ്റർ അതിലൂടെ ഇങ്ങനെ നടക്കുന്നു ഞാനിങ്ങനെ കണ്ടു. ആ പ്രാർത്ഥിച്ച ആ സഹോദരി, ആ കുഞ്ഞിന്റെ അമ്മ. അപ്പൊ ഞാനിങ്ങനെ അതിന്റെ പേര് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ അത് വന്നിട്ട് പറഞ്ഞു, ചേച്ചിനെ ഞാൻ നോക്കി നടന്നുകൊണ്ടിരുന്നു. ചേച്ചി ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടും വോമിറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ വോമിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഒത്തിരി തവണ ഞാൻ വോമിറ്റ് ചെയ്തു. ആ വോമിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, നിന്റെ കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കാനായിട്ട് തുടങ്ങി, പെട്ടെന്നാണ് ഒരു ചേഞ്ച് നിന്റെ കുഞ്ഞിന് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവള് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചി സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാ. അപ്പൊ
അപ്പം ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് ഈ എഴുത്തച്ഛന്മാരാ, അവരുടെ വീട്ടിൽ ഇങ്ങനെ ജപിക്കുകയും അങ്ങനെ എന്തൊക്കെയോ അമ്പലവും ഒക്കെ ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചി സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ദൈവത്തെ കുറിച്ച് അറിയാനൊരു വാഞ്ച ആ കുട്ടിക്ക് വന്നു. നമ്മളെ യേശുക്രിസ്തുവിനെ കുറിച്ച് ആ കുഞ്ഞ് അവളോട് പറഞ്ഞു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ആയി തിരിച്ച് പുറത്തു വന്നു. രണ്ടാമത്തെ പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ ഞങ്ങൾ വിശ്വാസത്താൽ ഒരു ബൈബിളൊക്കെ കൊണ്ടുപോയി അവളെ കണ്ടു. ഞങ്ങൾ അവൾക്ക് ആ ബൈബിൾ കൊടുത്തു, ബൈബിൾ വായിക്കണം, ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങി നിന്റെ ജീവിതം അത്ഭുതമായിട്ട് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവര് അപ്രകാരം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്റെ കുഞ്ഞിന് കുറച്ച് ക്രിട്ടിക്കലായ ഒരു അവസ്ഥ വന്നത് തീർച്ചയായിട്ടും അവർക്ക് ദൈവത്തെ അറിയാനായിട്ടൊരു ഒരു സാഹചര്യത്തിൽ. അപ്പൊ എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടത വരുന്നത് ഒരു പക്ഷെ നമ്മൾ അതിലൂടെ പണിതെടുക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതോടൊപ്പം മറ്റൊരു വ്യക്തിയെ നമുക്ക് നേടുവാൻ വേണ്ടിയായിരിക്കാം. അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം 2 തലമുറ ദൈവം തന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പോയ സാഹചര്യം, അപ്പൊ നമുക്ക് കുറച്ചും കൂടി വിശ്വാസമായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും കർത്താവ് മറുപടി തന്നു. വർഷങ്ങളായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവർ മദ്യപാനം നിർത്തി, രോഗികള് സൗഖ്യം പ്രാപിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആദ്യം പോയിക്കൊണ്ടിരുന്ന ചർച്ചിലെ പ്രകാരം പറഞ്ഞപ്പോ അവിടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള മറുപടികളൊന്നും നമുക്ക് കിട്ടില്ല. ഇതൊക്കെ പാസ്റ്റേഴ്സിന് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയാണ്, അല്ലെങ്കിൽ അപ്രകാരം ആണെന്നൊക്കെ പറഞ്ഞ് നമുക്കപ്പം അതിൽ നിന്നൊരു ഇനി എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്തിരിഞ്ഞ് ഞങ്ങളുടെ ജോലിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ബിസിയായി. ആ ബിസിയായ സമയത്ത് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുക. അപ്പം ഒരു ടൈമില് എനിക്ക് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിച്ച് ഇങ്ങനെ പൊന്തി അതിങ്ങനെ ഫുൾ ബോഡിയായി. ശരിക്കും പറഞ്ഞാൽ എന്റെ അടുത്തൊരാൾക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അത് വികൃതമായി മാറി ഉള്ളൊരു സാഹചര്യം. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒത്തിരി പല ട്രീറ്റ്മെന്റുകൾ എടുത്തു. ലാസ്റ്റ് സ്കിൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, അതിനും ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ എന്തായാലും എത്ര മരുന്ന് കഴിച്ചാലും എനിക്ക് ഈ രോഗം മാറുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായി. മരിച്ചു കളഞ്ഞാലോ എന്നുള്ളൊരു ചിന്ത വരെ എന്റെ ഒരു മനസ്സിനകത്ത് വന്നു. കാരണം ഇതിനൊരു മോചനമില്ല. ഭയങ്കര രാത്രി ആയി കഴിഞ്ഞാൽ ഉറക്കമില്ല, ഭയങ്കര വേദനയും നീറ്റലുമാണ്. അപ്പൊ ആ ഒരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് എന്റെ ഒരു കസിൻ ബ്രദർ, എന്റെ ഹസ്ബൻഡിന്റെ പപ്പയുടെ പെങ്ങളുടെ ഒരു മോൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ ആ കൊച്ചു ഞങ്ങളുടെ വീട്ടിലിടക്ക് വന്ന് നിൽക്കുന്നത്. അപ്പൊ അവൻ ആ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ എന്നോട് ആന്റിക്ക് എന്നെ പറ്റിയ, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവന് അന്ന് രാത്രി തന്നെ മടങ്ങിപ്പോയപ്പോ എനിക്കത് ഭയങ്കര വിഷമമായി. പക്ഷെ അവൻ പോയത് അവന്റെ വീട്ടിൽ ചെന്നത് പറയാനും അവരവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്ററിന്റെ അടുത്ത് ഇത് പറയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവൻ ചെന്നു. അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിന്ധു ഞങ്ങൾ പാസ്റ്ററിന്റെ അടുത്ത് മോന്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ഇതൊരു രോഗമല്ല, രോഗബന്ധനമാണ്, നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വലിയ പ്രവൃത്തികളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഫസ്റ്റത്തെ അറിവാണ്, ഇങ്ങനെയുള്ള പാസ്റ്റർമാര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും എന്നൊക്കെ ഉള്ളൊരു ചിന്ത. ഇതിങ്ങനെ ഈ പൈശാചികമാണ്, ഇതൊക്കെ നമ്മൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇത് ഒരു ആദ്യത്തെ എക്സ്പീരിയൻസാ. ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, ഞാൻ വരാൻ തയ്യാറാണ്, കാരണം എനിക്കിതൊന്ന് മാറി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ അവിടെ പോയി ആ പാസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഇത് പെട്ടെന്ന് അങ്ങനെ പ്രാർത്ഥിക്കില്ല, നിങ്ങളൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇത് അഴിഞ്ഞു മാറും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പോയി ഞങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അതും എന്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതമായിട്ട് മാറി. കാരണം അത്രയും വികൃതമായിട്ട് പോയ ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആ മുറിവുകളെല്ലാം കരിഞ്ഞു തുടങ്ങിയ ഒരു അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ പുറകില് ഉണ്ടായ ഒരു സാഹചര്യം നമ്മുടെ ബിസിനസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളോട് വിദ്വേഷം തോന്നിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് ദൈവം എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മരുന്നുകൾക്ക് അസാധ്യമായത് എത്രയോ, എനിക്ക് തോന്നുന്ന ഓരോ പ്രാവശ്യം ഞാൻ മരുന്നിനായിട്ട് പോകുമ്പം 1500-2000 രൂപ, അതിനും കുറവ് മരുന്നില്ല. ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങനെ മരുന്ന് കഴിച്ചു, എന്നിട്ടും മാറാത്തത്. ദേവദാസൻ മണിക്കൂറുകൾ എടുത്ത് ഒരു പ്രാർത്ഥിച്ച്, എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറൊന്നും പ്രാർത്ഥിച്ചു കാണത്തില്ല. ആ പ്രാർത്ഥനയില് എന്റെ അത്രയും വലിയ അസുഖം മാറുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്കപ്പൊ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസമായി, ഇതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ ഓരോ ദേവദാസന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൃപയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം 2017
ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വേറൊരു പ്രശ്നം, കുടുംബ ബന്ധത്തില് ഒരു പ്രശ്നം വന്നു. അതും തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന ഒരു പ്രശ്നമായിരുന്നു. ആ സമയത്ത് ഞാന് ശരിക്കും തളർന്ന്, നമുക്ക് പുറത്തുനിന്നൊരു വിഷയം വരുമ്പോൾ നമുക്ക് അതിനെ ചേർത്ത് നിൽക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ആദ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ഒരു ദിവസം കുറെ ഗുളിക എടുത്ത് കഴിച്ചു. പക്ഷെ ആ ഗുളിക എടുത്ത് കഴിച്ചിട്ട് ഞാൻ മണിക്കൂറുകൾ കിടന്നു ഉറങ്ങിയെന്നല്ലാതെ ഞാൻ മരിച്ചുപോയില്ല. അതിനുശേഷം വീണ്ടും ഞാൻ തൂങ്ങിച്ചാവാനായിട്ട് നോക്കിയിട്ട് ഞാനത് കൊളുത്തി എന്റെ ഷാള് പൊട്ടി താഴെ വീണതല്ലാതെ അവിടെ എനിക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഒയ്യോ, മരിക്കാൻ പോലും സമ്മതിക്കില്ല, ഇത് എന്തൊരു ജീവിത, മടുത്തുപോയി. ശരിക്കും ജീവിതത്തോട് മടുപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വിഷാദ രോഗത്തിന്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ വന്നു. അതായത് എനിക്ക് വീടിന്റെ വെളിയിൽ ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. വെറുതെ അവരൊന്ന് നോക്കിയാൽ പോലും ഞാൻ ചിന്തിക്കുക, എന്നെ നോക്കി അവരെന്തോ പറയുകയാണ്. അപ്പൊ അത്ര ആ ഒരു വിഷാദ രോഗത്തിന്റെ മൂർധന്യമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ ആ സമയത്ത് എന്റെ ഷോപ്പിനകത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ദൈവത്തെ അറിയുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു. ആ പുള്ളിക്കാരി, ഞാനിങ്ങനെ ഷോപ്പെല്ലാം നിർത്തി. ആ സമയത്ത് ആ ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എന്തിനാ കട നിർത്തി? അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും കടയും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിർത്തിയതെന്നൊക്കെ പറഞ്ഞു. ആ ചേച്ചിക്ക് അത് മനസ്സിലായി, ഞാനത് കളവ് പറഞ്ഞാണെന്ന് മനസ്സിലാക്കിയപ്പോ പുള്ളിക്കാരിക്ക് എന്തോ ദൈവാത്മാവ് പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണ കൊടുത്തു. ഞാൻ അനുഭവിക്കുന്ന സെയിം കാര്യം പരിശുദ്ധാത്മാവ് വള്ളി പുള്ളി തെറ്റാതെ പുള്ളിക്കാരിയുടെ അടുത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ചേച്ചി എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിക്കുന്ന സകല കാര്യങ്ങളും എന്റെ അടുത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ചലിപ്പിച്ചു. കാരണം ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമോ? കാരണം ആരും അറിയാത്ത കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മോനെ, നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഈ മരിച്ചു കളയാനോ ആത്മഹത്യ ചെയ്താനോ ഈ ഭൂമി നഷ്ടപ്പെടുവാനല്ല ദൈവം. ഇതേപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരെ നേടിയെടുക്കുവാനാ കർത്താവ് നിന്നെ കണ്ടത്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് പല അത്ഭുതങ്ങളും ചെയ്തത്. എന്നാൽ ആ അത്ഭുതങ്ങൾ കണ്ടിട്ട് നീ ദൈവത്തെ അവിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അതെന്നെ ഒത്തിരി ചലിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ എന്റെ ഒരു കസിൻ സിസ്റ്റർ, ഞാൻ എടുത്തു പറയാ, ഒത്തിരി എന്റെ വീട്ടില് എന്റെ അമ്മയും എന്റെ ചേച്ചിയൊക്കെ എന്നിൽ നിന്ന് മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മമ്മ വിഷമിക്കണ്ട, പുറമേ ഉള്ളവര്, അതായത് മനുഷ്യര് പുറമേ ഉള്ളത് കണ്ട് ന്യായം വിധിക്കുമ്പോൾ ജീവനുള്ള ദൈവം ഹൃദയത്തെ കണ്ട് ന്യായം വിധിക്കുന്നവനാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ, നിന്റെ ഹൃദയം എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയുന്ന ഒരുവനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. അതുകൊണ്ട് ഒരു ദിവസം ഇതെല്ലാം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യുന്നു പറ. ഈ വാക്കുകൾ എന്നെ ഒത്തിരി അങ്ങ് ചലിപ്പിച്ചു. ശരിയാ, എനിക്കറിയാം എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവസ്ഥലിൽ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത് എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. അതിനുവേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞ ചേച്ചി എന്നെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അന്ന് ആ ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, തലയിൽ കൈവച്ച് ദൂത് പറയുന്നത്, എന്റെ അടുത്ത് മാത്രം ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, നിനക്ക് എന്നോടൊരു സ്നേഹമില്ലേ? ഞാനിത് ചോദിക്കല്ല, തിരിഞ്ഞു പോയ ദേവദാസൻ തിരിച്ചു വന്ന് എന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ. പക്ഷെ ആ ദേവദാസൻ എന്റെ ദേഹത്ത് കൈവച്ചപ്പോ തന്നെ അസാധാരണമായ ഒരു പവർ എന്റെ ശരീരത്തിനകത്ത് ഇങ്ങനെ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം എന്റെ സ്വഭാവത്തിനകത്ത് വ്യത്യാസം വന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്റെ ദേഷ്യം മാറിയ ഒരു സാഹചര്യം, ഇത് എന്റെ വീട്ടിലൊരു ചലനം ഉണ്ടാക്കി. എന്റെ ഹസ്ബൻഡ് നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നന്നായി നോക്കുന്നു. അതുപോലെ തന്നെ എന്റെ ആ ദേഷ്യമൊക്കെ മാറിയ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ആ പാസ്റ്ററിന്റെ അടുത്തൊന്ന് പോയിട്ട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു സൈഡില് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ കുടുംബമായിട്ട് പറഞ്ഞു, ദൈവത്തിന് പോലും നമ്മളെ വേണ്ടല്ലോ കർത്താവേ. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ഇങ്ങനെ നടക്കുമ്പോഴും ഒരു ഭാഗത്ത് പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞപ്പം അതിനെ മറികടക്കാൻ പറ്റാത്ത ഞങ്ങളുടെ കുടുംബമായിട്ടാണ് ആത്മഹത്യ ചെയ്താലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിനകത്ത് കടന്നു വന്നു. ഒന്നെങ്കിലും ഞങ്ങള് ആ ദേവദാസിന്റെ ഭവനത്തിലേക്ക് പോയി.
അവിടേക്ക് വരാൻ ഒത്തിരി മടിയായിരുന്നു. എങ്കിലും ദൈവം നമ്മളെ കണ്ടതുകൊണ്ട് അവിടെ പോയി ദേവദാസ് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത്, ഇനി ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനായിട്ട് ജീവിക്കും, അത് ക്രിസ്തു എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ തയ്യാറാണെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് ഞങ്ങള് 2017 ആ ദേവദാസിന്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്നു. അതിനുശേഷം ആ 2017 ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. ആ ഫാസ്റ്റിംഗ് പ്രയറിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ തൊടുവാനായിട്ട് ഇടയായിത്തീർന്നു. അഭിഷേകത്താൽ നിറച്ചു, അന്യഭാഷകൾ തന്നു, കൃപാവരങ്ങളാൽ കർത്താവ് നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് മുതൽ എന്റെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസം വന്നു. മണിക്കൂറുകൾ ഞാനിങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ വീട്ടിലൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ, രാത്രിയിൽ ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനും എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ ആരാധിക്കാനുള്ള ഒരു കൊതി വന്നു. 2018 ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ എന്റെ ഹസ്ബൻഡും എന്റെ രണ്ടാമത്തെ കുഞ്ഞ്, അന്ന് അവൾക്ക് എനിക്ക് തോന്നുന്നു 6 വയസ്സ് കാണും, ആ സമയത്ത് എന്റെ മോളും എന്റെ ഹസ്ബൻഡും ഇതേ അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അവരും യഥാർത്ഥമായ പരിശുദ്ധാത്മാഭിഷേകം ജീവിതത്തിനകത്ത് അനുഭവിച്ചറിയാനിടയായി തീർന്നു. അപ്പൊ എന്റെ മോന് അത് ഭയങ്കര വിഷമമായി, അവർക്കൊക്കെ കിട്ടി. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് കുടുംബ പ്രാർത്ഥനയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങള് 3 പേരും അന്യഭാഷയിൽ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവനെയും കർത്താവ് തൊട്ടു. അവനും അഭിഷേകത്താൽ ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം 2017 മുതല് ഞങ്ങള് 2017 തൊട്ടാണ് കർത്താവുമായിട്ടുള്ള ആ ഒരു യഥാർത്ഥമായ ഒരു ബന്ധത്തിലേക്ക്, കർത്താവിന്റെ ആ ശബ്ദം കേൾക്കാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുറച്ചുകൂടി ഒരു ആഴത്തിലേക്ക് ദൈവം ഞങ്ങളെ വഴി നടത്തി. അതിനുശേഷം ഞങ്ങള് ഉപവാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഭാഗമായിട്ട് തീർന്നു. അത് കുഞ്ഞുങ്ങളും ഉപവസിക്കും, ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തും, നിങ്ങള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവരാ, അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല, ഇതിന്റെ ഒന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ചിന്തിച്ചു സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്താലും അതൊരു സുവിശേഷ വേലയാണല്ലോ, അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ അങ്ങനെയൊക്കെ പോയെങ്കിലും വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഈ ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് അയക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളൊരു വീട് പണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ വീട്ടിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഒരു വീട് പണിത് കഴിഞ്ഞ ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നു. അപ്പം എന്റെ ഹസ്ബൻഡിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ എന്ന് വീട് പണി തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പൈസയും കയ്യിലുണ്ട്, പക്ഷെ അത് തുടങ്ങാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ എന്തെങ്കിലും അത് തുടങ്ങാനായിട്ട് തീരുമാനിക്കും, എന്തെങ്കിലും ആ പൈസ വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ചെലവായി പോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പം അത് എന്തുകൊണ്ടാ? അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ എന്ന് എനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, നീ എന്ന് എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, അന്ന് ഞാൻ നിന്റെ ഭവനം പണി ഞാൻ ചെയ്യും എന്നൊരു ശബ്ദം കർത്താവ് കേൾപ്പിച്ചു. എന്നാൽ അതിന് വലിയ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2022 അപ്പം ആ സമയത്ത് നമ്മുടെ കോവിഡിന്റെ ടൈമില് എനിക്കിങ്ങനെ മെസ്സേജ് ഒക്കെ പറയാൻ ഭയങ്കര കൊതിയായിരുന്നു. അപ്പം അറിയില്ല, പക്ഷെ മെസ്സേജ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ലൈവ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒന്ന് പറയാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. ഞാൻ ഇതേപോലെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കത്തില്ലായിരുന്നു, പല വാക്കുകളും പറയാൻ നാവിന് കെട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഇവരെല്ലാം രാവിലെ ജോലിക്കൊക്കെ പോയി ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് നമ്മളെന്നും ബൈബിൾ വായിക്കില്ല. അപ്പൊ ആ ബൈബിൾ വായിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് ഇടപെടുന്ന ഒരു വചനമുണ്ട്. ആ വചനം എടുത്തു വെച്ച് ഞാൻ എന്റെ വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ എന്റെ മുന്നിൽ ഇരുന്ന് തകർത്ത് അങ്ങ് പ്രസംഗിക്കും. എന്നിട്ട് ഞാൻ ഇത് വീട്ടില് വൈകുന്നേരം പിള്ളേരും പപ്പയും വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു കൊടുക്കും. അവരെന്നെ കളിയാക്കും, കാരണം പലതും ആൾക്കാർക്ക് മനസ്സിലാവില്ല, തിരിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവമാണ്. പക്ഷെ ഞാൻ അപ്പൊ പറയും, വിക്കനായ മോശി അത്രയും ജനത്തെ വിടുവിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാളില് കർത്താവ് എന്നെ ഉപയോഗിക്കും എന്നൊരു ഉറപ്പ് എന്റെ ഹൃദയം. ഞാനത് അവരെ കേൾക്കെ തന്നെ പറയും. ഇതിങ്ങനെ ആവർത്തിച്ച് ഞാനിങ്ങനെ കളിയാക്കും. പക്ഷെ ഞാൻ ഇത് തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് കർത്താവ് ഇങ്ങനെ ഞാൻ മെസ്സേജ് കൊടുക്കുന്ന ആ രീതിക്ക് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു 21 days ഇങ്ങനെ ഫാസ്റ്റിങ്ങിന് വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ഞാൻ ഇരിക്കുമ്പം ഞാൻ ആ സമയത്ത് അപ്പസ്തോല പ്രവൃത്തി ഇങ്ങനെ വായിച്ചു തുടങ്ങി. ആ സമയത്ത് 2ാമത്തെ അധ്യായം എന്നെ ഒത്തിരി ചലിപ്പിച്ചു. അതിങ്ങനെ ഞാനിങ്ങനെ അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ എന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിഞ്ഞു. അപ്പൊ ഒരു സൺഡേ ഞാനിങ്ങനെ പറയുക, നിങ്ങളൊക്കെ ഒന്ന് ഇതാക്കി ഒന്ന് പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് ഞാനിങ്ങനെ
പ്രസംഗിച്ച് തുടങ്ങിയത് ഞാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിനകത്ത് ഞാൻ ചിന്തിക്കാത്ത, ഞാൻ അതുവരെയും കാണാത്ത പല കാര്യങ്ങളും ഞാൻ ആ മെസ്സേജിൽ ഞാൻ ഉൾപ്പെടുത്തി. എനിക്ക് അന്ന് തൊട്ട് ആ മെസ്സേജ് പറഞ്ഞാൽ എനിക്ക് എന്റെ കൊഞ്ഞപ്പ് മാറി. വളരെ ഫ്ലുവന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തത്. അപ്പൊ എന്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചു. ഇന്നലെ വരെ പറഞ്ഞ പോലെയല്ല ഇന്ന്. അത് ആ ഫോണിൽ അതിങ്ങനെ സേവ് ചെയ്തു. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഭയം തോന്നി, കാരണം നമ്മളൊന്നും ഇതിനകത്ത് അറിവില്ലാത്ത ആൾക്കാരാണ്. അപ്പം അതങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരിൽ നിന്ന് വിമർശനം വരും. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് രാത്രി ഇടാം, എന്നിട്ട് എന്തെങ്കിലും വിമർശനം വരുവാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞു. അങ്ങനെ അത് പേടിച്ചിട്ട്, പക്ഷെ അത് എന്റെ ജീവിതത്തിനകത്ത് ഒരു തുടക്കമായി മാറി. അതിനുശേഷം എന്നെ ഒരു പഞ്ചാബിൽ തന്നെയുള്ള ഒരു ഗ്രേസ് പ്രയർ ടവർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ വിളിച്ചു. ആ സമയത്ത് എനിക്ക് ഒരു തീം തരണം. എനിക്ക് ആ തീം അനുസരിച്ച് മെസ്സേജ് തയ്യാറാക്കാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ നേരെ എന്റെ ചർച്ച് പാസ്റ്ററിന്റെ അടുത്ത് പോകും. ചർച്ച് പാസ്റ്ററിന്റെ അടുത്ത് പോയി, നല്ല തിരക്കുള്ള ഒരു ദേവദാസനാ. ഞാൻ പാസ്റ്ററോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? പക്ഷെ എന്റെ ഈ ആഗ്രഹത്തിന്റെ ആ ഒരു എന്താ പറയാ വലിപ്പം കാരണം പറയാവുന്ന സിന്ധുവായോ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഒരു 3-4 പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് ശരിക്കും മണിക്കൂറുകള് അത്രയും തിരക്കാ. അതിന്റെ ഇടയിൽ കോള് വരും അങ്ങനെ. പക്ഷെ എനിക്ക് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു തരത്തില്ല, ഈ മെത്തേഡില് എനിക്ക് വേണ്ടി ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എന്നെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. പോയിരുന്ന് പ്രാർത്ഥിക്കുക, ആവർത്തിച്ച് വായിക്കുക. ഇതിന്നൊരു ചിന്ത തരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എന്റെ ദൈവദാസൻ എന്നെ വിട്ടു. അത് എന്റെ ജീവിതത്തിനകത്ത് അതൊരു തുടക്കമായി. പിന്നെ ഞാൻ മെസ്സേജ് കർത്താവ് എനിക്ക് തരുന്നത് പോലെ ചിന്തകൾക്കനുസരിച്ച് അങ്ങനെ പറയാനായിട്ട് തുടങ്ങി. കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് ഞാൻ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാതിരുന്ന ഒരു വർഷം. അല്ലെങ്കിൽ അതിന് മുന്നേ ആ കോവിഡിന്റെ ആ ടൈം തൊട്ട് ഒത്തിരി മെസ്സേജുകൾ കൊടുക്കാനായിട്ട്, അതുപോലെ ഒത്തിരി സൂം മീറ്റിങ്ങൾ, ശബ്ദം കൊണ്ട് ഒത്തിരി രാജ്യങ്ങൾ സഞ്ചരിക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിനകത്ത് ഭാഗ്യമൊരുക്കി. അങ്ങനെ ഇരുന്ന സമയത്ത് വീണ്ടും എവിടെ മീറ്റിങ്ങിന് പോയാലും ഈ കർത്താവിന്റെ വേലയെ കുറിച്ച് വീണ്ടും ആവർത്തിച്ച് ഇറങ്ങിത്തിരിക്കുന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ എവിടെ പോവും, എങ്ങനെ ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് നോർത്ത് ഇന്ത്യ, അപ്പം അത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുന്നേ കർത്താവ് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ആശയം വന്നു, ഞാൻ എന്തായാലും ഓരോ ദിവസം ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ എന്നാ ആ സംസ്ഥാനത്തെ കുറിച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് എത്ര ശതമാനം ക്രിസ്ത്യൻസ് ഉണ്ട്, അവിടെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി ഞാൻ അതിൽ ചെറിയൊരു വിവരണമാക്കി ആ സംസ്ഥാനത്തിന്റെ ഒരു ഫോട്ടോയും വെച്ച് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഒത്തിരി ആ സംസ്ഥാനങ്ങൾ, ഇപ്പൊ ഇന്ന് മധ്യപ്രദേശ് ആണെങ്കിൽ ഇട്ടത്, ആ മധ്യപ്രദേശിലുള്ള ആൾക്കാർ ആരെങ്കിലും കാണുവാണെങ്കിൽ അത് അവർക്ക് ഒരു ഇത് തോന്നി, എനിക്കത് മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഇതെങ്ങനെ ഈ ഡീറ്റെയിൽസ് കിട്ടിയ എങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരുവിധം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ദേവദാസന്മാർ അല്ലെങ്കിൽ ആ ദൈവമക്കൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിഷനിലേക്ക്, ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നത്. കർത്താവ് പറഞ്ഞു, നിന്നെ ഭാഷ അറിയാത്ത, ഇതുവരെ നീ എക്സ്പീരിയൻസ് ചെയ്യാത്ത ജാതിക്കാരുടെ ഇടയിലേക്ക് അയക്കാൻ പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് അത് ഏറ്റെടുത്തു. എങ്കിലും ഞങ്ങൾ വിചാരിച്ചു ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം പോവാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ദൈവത്തെ എന്താ പറയാ, ദൈവം ജീവനെ മാത്രം ബാക്കി വെച്ചുകൊണ്ട് എന്റെ ഈ ഒരു തലയിടിച്ചാണ് ഞാൻ വീണത്. എന്റെ ഈ ഭാഗത്തെ ക്രൗൺ ബോൺ പൂർണ്ണമായിട്ടും പൊട്ടിപ്പോയി. എന്റെ കണ്ണിനും ചെവിക്കൊക്കെ പരിക്ക് പറ്റി. എന്റെ മുഖത്തെല്ലാം വളരെ പരിക്കുകൾ അന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിക്കാതെ നിന്നത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾ കുടുംബമായിട്ട് വീണ്ടും ദൈവസ്ഥലത്ത് തീരുമാനമെടുത്തു. യേശുപ്പാ, നീ എവിടെ വിട്ടാലും ഞങ്ങള് പോവാൻ തയ്യാറാണെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചതിന് ശേഷം എന്റെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സ്ക്രാച്ചസ് ആയിരുന്നു. അതെല്ലാം ഇങ്ങനെ മാറി, ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ കർത്താവ് അതിനെ മാറ്റി തന്നു. എന്റെ ചെവിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, എന്റെ കണ്ണിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, എന്റെ പല്ലൊക്കെ പോയായിരുന്നു. എന്നാൽ അതിനൊക്കെ കർത്താവ് ഒരു പല്ല് വെക്കേണ്ടതായിട്ട് വന്നു. ബാക്കി കണ്ണിന്റെ ചെവിയുടെ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇതിനെല്ലാം കർത്താവ് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താനായിട്ട് തുടങ്ങി. അപ്പം അത് മനസ്സിലായി, അത് പൂർണ്ണമായിട്ട്
പൂർണ്ണമായിട്ടൊരു തീരുമാനം നമ്മൾ എത്തിയത് കൊണ്ടാണെന്ന് ഇങ്ങനെ മനസ്സിലാക്കി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പഞ്ചാബിൽ നിന്നൊരു വിളി വന്നു. ഞങ്ങൾ കുടുംബമായിട്ട് 2022 എനിക്ക് തോന്നുന്നു ജൂലൈ ലാസ്റ്റ് 27-ാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഞങ്ങള് പഞ്ചാബിലേക്ക് കടന്നു വന്നു. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങള് അപ്പൊ അന്ന സ്ഥലത്ത് കുറച്ചു നാൾ ഞങ്ങൾ അവിടെ നിന്നു. അവിടെ നിന്ന് ഒത്തിരി അത്ഭുതങ്ങളെ കർത്താവ് കാണിച്ചു. കാരണം നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, കർത്താവിന്റെ സന്നിധിയിലെ ഭാഷയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. കാരണം ഒരു 3 വർഷമായിട്ട് കിടപ്പിലായിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓണറിന്റെ മോനായിരുന്നു. അപ്പം അവര് ഞങ്ങള് ഇങ്ങനെ മലയാളികളായതുകൊണ്ട് നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഈ ആട്ട് സൂപ്പും ഇതൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കിട്ടിയ ചാൻസ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ഞങ്ങള് ഒരുമിച്ചിരുന്ന് ആത്മാവിൽ കുറെ നേരം പ്രാർത്ഥിച്ച് അത് പറയേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി അതെങ്ങനെയാ പറയാന്നുള്ള കാര്യങ്ങളൊക്കെ ഹിന്ദിയിൽ പഠിച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ചെന്നു. ആദ്യം അത് പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്, എന്നാല് നമ്മള് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു ഇതിനെ പൂർണ്ണമായിട്ടൊരു സൗഖ്യം തരും എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ വീട്ടിൽ ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. അപ്പൊ ചോദിച്ചു, ഇതൊക്കെ എടുത്ത് മാറ്റണോന്ന് ചോദിച്ചു. ഒന്നും മാറ്റണ്ട, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഹിന്ദിയിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ മലയാളത്തിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഒരു അത്ഭുതം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആ കിടന്ന ആ മോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെയർ കുറച്ച് കുത്തനെയുള്ളതാ. അത് ഓടി ഇറങ്ങി ചാടി നോക്കുന്നു, വണ്ടി എടുത്ത് ഓടിപ്പിച്ച് നോക്കുന്നു. അവന് കർത്താവ് വന്ന് പൂർണ്ണമായിട്ട് ഒരു വിടുതല് കർത്താവ് നൽകി കൊടുത്തു. അത് ഞങ്ങളെ ഒത്തിരി ചലിപ്പിച്ചു. നമ്മുടെ ഭാഷയൊന്നുമല്ല, ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു വ്യക്തിയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം അത് ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നു. പിന്നെയും ഒത്തിരി പേര് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടതായിട്ട് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫില് എന്റെ പപ്പ മരിച്ച കാര്യം ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയി. എന്റെ പപ്പ മരിച്ചത് എന്റെ സ്വന്തം അമ്മയുടെ ആങ്ങളെ കുത്തി കൊലപ്പെടുത്തിയതാ. അപ്പൊ ആ ഒരു അനുഭവത്തില് ഞങ്ങൾ ഒത്തിരി വിഷമിച്ച ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ എന്റെ ആ മാമനെ ജയിലില് ആക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞു, എന്തായാലും എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു, എന്റെ മക്കൾക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ അമ്മ ഒരു തീരുമാനം എടുത്തു. അവനും 2 മക്കളുണ്ട്, അവന് ഒരിക്കലും ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു അപ്പനില്ലാതെ ആകരുത്, അല്ലെങ്കിൽ ആ ഒരു ലേബലിൽ ആ കുഞ്ഞുങ്ങളെ അറിയരുത് എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ നേരെ ചില വക്കീലിനെയൊക്കെ കണ്ട് പറഞ്ഞു വിഡ്രോ ചെയ്യണം, ജയിലിൽ നിന്ന് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞ് എന്റെ അമ്മയുടെ എല്ലാവരും എതിർത്തു. അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എന്റെ അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ അമ്മ മാമനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അന്ന് എന്റെ അമ്മ പറഞ്ഞ് തന്നൊരു കാര്യമുണ്ട്, നമ്മൾ ശിക്ഷിക്കുകയാണെങ്കിൽ അതിനൊരു ഇതുണ്ട്, പക്ഷെ ദൈവമാണ് ന്യായം വിധിക്കുക. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പം ദൈവം അത് അവനെ പഠിപ്പിച്ച് അല്ലെങ്കിൽ അവനെ ഒരുപക്ഷെ ദൈവത്തെ അറിയാനുള്ള ഒരു അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ആണ് എൻ്റെ അമ്മ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. എന്നാൽ അവരുമായിട്ട് വളരെ സ്നേഹത്തോടെ, ഞങ്ങൾ ഇപ്പോഴും വളരെ സ്നേഹത്തോടെ അവരുമായിട്ട്, ഞങ്ങളുടെ ബന്ധുക്കാർക്ക് പോലും മിണ്ടാൻ മടിയാ. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു, അവരായിട്ട് ഒരു ദേഷ്യം വിചാരിക്കരുത്, അത് അങ്ങനെ സംഭവിച്ചു പോയി, നമുക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവരുമായിട്ട് നല്ല സ്നേഹബന്ധത്തിൽ തന്നെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ അവിടുന്ന് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി നേടുവാൻ ദൈവം ഭാഗ്യം തന്നു. അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവ് നടത്തി. അന്ന് സത്യദൈവത്തെ അറിയത്തില്ലെങ്കിലും ദൈവം നമ്മളെ മുന്നമേ കണ്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവ് കടത്തിവിട്ടത്. 2022 മുതൽ ഞങ്ങൾ ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ പഞ്ചാബിന്റെ ദേശത്ത് കടന്നു വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അന്നൊക്കെ ഞങ്ങള് യഥാർത്ഥമായിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരും ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ എല്ലാവരും പറഞ്ഞു ഇവർക്ക് ഭ്രാന്താണ്, ഇത്രയും നല്ല സിറ്റുവേഷനിൽ നിന്ന് ഏതോ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് കിടക്കുവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ദൈവം പറഞ്ഞതായതുകൊണ്ട് ആ ഒരു ഉറപ്പിലും ധൈര്യത്തിലും ഞങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയ ഒരു കാര്യം, അന്ന് പുറമെയുള്ള ആളുകളിനൊക്കെ ചില വിമർശനങ്ങളൊക്കെ നേരിട്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ വിമർശനം
പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവദാസന്മാരിൽ നിന്നും ദൈവദാസിമാരും ദൈവമക്കളിൽ നിന്നും. പലപ്പോഴും എൻ്റെ ഒരു ആഗ്രഹത്തിന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുള്ള ഒരു കൊതി കാരണം പലപ്പോഴും ഇങ്ങനെ അവസരങ്ങളൊക്കെ ഇപ്പോഴൊക്കെ അവസരങ്ങൾ ഇങ്ങോട്ട് തേടി വരിക. പക്ഷെ ആ ഒരു തുടക്ക സമയത്തൊക്കെ ഞാനിങ്ങനെ ആരോടൊക്കെ ഇങ്ങനെ പറയും, എന്നെ വിളിക്കണം എന്നൊക്കെ പറയുമ്പം ഒത്തിരി നിന്ന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം കഥ പറയുന്ന ഒരാളല്ല, കൃപയില്ലാത്ത ഒരാളല്ല, പരിശുദ്ധാത്മാവില്ലാത്ത ഒരാളല്ല ഞങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് അവിടെയൊക്കെ ആരും അറിയാതെ ദൈവസ്ഥലിൽ ഇരുന്ന് അങ്ങ് കരഞ്ഞു. പക്ഷെ ദൈവം അവിടെയൊക്കെ ഇന്നത്തെ എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ കർത്താവ് അവിടെയെല്ലാം എന്നെ മാനിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കരഞ്ഞത്. ആ കരഞ്ഞതുകൊണ്ടാണ് കർത്താവ് ആ കൃപയിലേക്ക് കയറ്റിയത്. എന്റെ ജീവിതത്തിനകത്ത് ഏത് നെഗറ്റീവ് വന്നാലും, ഏത് ഒതുക്കപ്പെട്ട സാഹചര്യം വന്നാലും, ആ ഒതുക്കപ്പെടലിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് നമ്മളെ ഒതുങ്ങിയിരിക്കുന്ന ഇപ്പൊ ഒരു കഴിഞ്ഞ വർഷം എന്റെ ജീവിതത്തിനകത്ത് നോക്കുമ്പം ഒത്തിരി പ്രത്യേകതയുള്ള ഒരു വശമാണ്. കാരണം ഒന്നും ചെയ്യാൻ കഴിയാതെ, പുറത്തിറങ്ങാൻ പറ്റാതെ, വീട്ടില് അടച്ച് പൂട്ടിയ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, കർത്താവ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ഞാൻ എപ്പോഴും ഒരു വാക്യം പറഞ്ഞു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും. സ്റ്റേഫാനോസ് ഒരു പ്രസംഗം മാത്രമേ പ്രസംഗിച്ചുള്ളൂ. അതിനുശേഷം അവന്റെ മരണമാണ് സംഭവിച്ചു. പക്ഷെ അവന്റെ ആ പ്രസംഗത്തെ, ആ ദേശത്തെ പിടിച്ചു കുലുക്കുവാനായിട്ട് കഴിയുന്നതായിരുന്നു. അല്ലെങ്കിൽ അവന്റെ ആ പ്രസംഗത്തില് യഥാർത്ഥമായ ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, ഒറ്റ പ്രാവശ്യം കർത്താവ് എനിക്ക് ദർശനം തന്നിരിക്കുന്ന പോലെ, കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ച് ഒരു തവണ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിഞ്ഞുള്ളെങ്കിലും അതൊരു ചരിത്രമായിട്ട് മാറണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കഴിഞ്ഞ വർഷത്തില് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഇവിടെ വന്ന് എന്നെ ഇവിടെ ഇരുത്താനാണോ നീ കൊണ്ടുപോയത്? ഒന്നും ചെയ്യാൻ പറ്റണില്ല. പക്ഷെ കർത്താവിനെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. ഒത്തിരി സമയം ദൈവസന്നിധിയില് കിട്ടുന്ന സമയമെല്ലാം, മണിക്കൂറുകള്, ഒരു ചുരുങ്ങിയത് ദൈവസന്നിധിയിൽ ഒരു 3 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട്, ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് എന്നെ പഠിപ്പിച്ചു. അത് ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ആ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്റെ മറുപടികളെ കർത്താവ് നൽകി കൊടുക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം എന്റെ ജീവിതത്തിലകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിച്ചു. പ്രിയമുള്ളവരെ, ഒരിക്കലെ എന്നെ കുറിച്ച് അറിയുന്ന ആരോ ഒരു സഹോദരിക്ക് നമ്പർ കൊടുത്തിട്ട് ആ സഹോദരി എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് ക്യാൻസർ ആണ്, അതുകൊണ്ട് സിസ്റ്റർ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന്. തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു വിഷമം തോന്നിയെങ്കിലും അവര് വിളിച്ചെങ്കിൽ അവർ വിശ്വസിച്ചുകൊണ്ടാ വിളിച്ച്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ദൈവം അത്ഭുതകരമായിട്ട് ഒരു സൗഖ്യത്തെ കർത്താവോട് നൽകി കൊടുത്തു. എനിക്ക് തോന്നുന്നു കീമോ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും ഇല്ലാതെ കർത്താവ് പൂർണ്ണമായ ഒരു വിടുതല് അവർക്ക് നൽകി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലെ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കർത്താവ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്നും എന്റെ ജീവിതത്തിനകത്ത് അത് തുടർന്നുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി, നമ്മളെ ഒരു സ്ഥലത്ത് ഒതുക്കിയിരുത്തിയെങ്കിൽ അവിടെ നാം ചടഞ്ഞുകൂടി ഇനി എന്നെ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പലരും പിന്മാറ്റത്തിലേക്ക് പോകുമ്പം അവിടെ നമ്മളൊരു തീരുമാനം എടുക്കണം. ഞാനൊന്ന് ഈ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതുപോലെ ഒരു പക്ഷെ ഇരിക്കാനായിരിക്കുമെന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാല് നമ്മൾ രക്ഷപ്പെട്ടു. ഒരു പക്ഷെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, ഒത്തിരി പേര് എന്നെ അറിയായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എന്റെ മുറിയിലിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ആരും അറിയുന്നില്ല. പക്ഷെ അത് ഡയറക്റ്റ് എന്റെ ദൈവം കാണുന്നു എന്ന് കർത്താവ് എന്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾക്ക് ജോലി ഒന്നും സെറ്റായി, ജോലിക്ക് അല്ല വന്നത്, എങ്കിലും എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ വിളിച്ച് ചോദിക്കും, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? പക്ഷെ അത് എന്റെ അമ്മ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് നടന്നോ, കർത്താവ് നൂലും കെട്ടി ഇറക്കുന്നു. പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. കാരണം കുഞ്ഞുങ്ങളുടെ ഫീസിന്റെ സമയം വരുമ്പോ, ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. പക്ഷെ ആ സമയത്തൊക്കെ ദൈവം ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ ഓരോ വ്യക്തികളുടെ ഹൃദയത്തോട് നമ്മൾ ആരോടും നമ്മുടെ ബുദ്ധിമുട്ട് പറയാതെ നാം അനുഭവിക്കുന്ന അവസ്ഥകളെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തോട് ഇടപെട്ടിട്ട് അവർ ഞങ്ങളെ വിളിക്കുകയും നമ്മുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുകയും നമുക്ക് ആവശ്യമുള്ളത് അത് തരുന്ന ഒരു അവസ്ഥയിലേക്ക് കർത്താവ് ഞങ്ങളെ ഇതുവരെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ
ഞങ്ങളോട് കർത്താവ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങളോട് ഇടപെട്ട ഒരു വചനമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. അബ്രഹാമിനോട് പറഞ്ഞ ഒരു വാക്യം, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ആ വചനമാണ് ഞങ്ങളെ ഇനിയിപ്പോ ഏത് ദേശമായാലും വേണ്ടില്ല, കർത്താവാണ് നമ്മളോട് പറഞ്ഞത് എന്നുള്ള ഉറപ്പോടുകൂടി ഞങ്ങൾ ഇറങ്ങി തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു അധികം ആയിട്ടില്ല, 2022 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിയെങ്കിൽ, അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് അവിടെ എത്തിയെങ്കിൽ ഇന്ന് 2024 ഇത്രയും നാളായിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ കർത്താവ് ഞങ്ങൾ അതിശയകരമായിട്ട് വഴി നടത്തി. പ്രിയമുള്ളവരെ, ഞങ്ങളിവിടെ കടന്നു വന്ന ഭാഷ അറിയാത്തത് കൊണ്ട് ഒത്തിരി കളിയാക്കലുകളും നിന്ദകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങളെ കൊണ്ടുവന്ന ദേവദാസന്മാർ വരെ പറഞ്ഞു ഇവരെന്തിനാ ഇവിടെ വന്നതെന്ന് പോലും ഇവർക്ക് അറിയത്തില്ലെന്ന്. പക്ഷെ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കർത്താവ് ഒരു ദർശനം തന്നിട്ടുണ്ട്, ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന്. അതിന്റെ ഒരു പ്രവൃത്തി ചെയ്യാതെ ഇപ്പോഴും ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമെന്ന് ചിന്തിച്ച് പറയുന്ന പല ആൾക്കാരെ ഞങ്ങൾ കണ്ടു. പക്ഷെ ദൈവം നമ്മളെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ അയച്ചെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇനി ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ദൈവം പറഞ്ഞിട്ടല്ലാതെ ഇനി നമ്മൾ കേരളത്തിലേക്ക് മടങ്ങി പോകത്തില്ല. നമ്മൾ വെക്കേഷന് പോകുന്നല്ലാതെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണാതെ മടങ്ങി പോകത്തില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ്. പല പ്രശ്നങ്ങള് പുറത്തു പറയാൻ കഴിയാത്ത പല അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ആ അനുഭവത്തിലെല്ലാം ദൈവത്തോട് ഒന്നുകൂടി നടിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, ഉപവസിക്കുവാനായിട്ട് ദൈവം എന്നെ പഠിപ്പിക്കുവാനായിട്ട് ആയി തീർന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി അല്ലെങ്കിൽ ഇറങ്ങാൻ മടിയായിട്ടിരിക്കുന്നെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങള് വ്യക്തികളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു രൂപ പോലും ഇല്ലാതെ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങും, ഒരു 50,000 രൂപ ബാങ്കിലുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയാം, ഒന്നും വേണ്ട. കർത്താവ് നമ്മളെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടുന്നത് തരാം. നമ്മൾ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ ദൈവം പറഞ്ഞൊരു ഞങ്ങൾ ശരിക്കും ഞങ്ങൾ പൊട്ടൻ, ഭ്രാന്തി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ അതാണ്. കർത്താവ് നോക്കുമ്പോൾ ഞങ്ങള് ഒന്നും നോക്കാതെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നോക്കാതെ, ഞങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാവുന്നൊന്നും നോക്കാതെ പൊട്ടന്മാരെ പോലെ ഇറങ്ങി തിരിച്ച. പക്ഷെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് കർത്താവ് നമ്മളെ അതിശയകരമായിട്ട്, അത്ഭുതകരമായിട്ട് വഴി നടത്തി. ഞങ്ങളുടെ വീട് പണിയും അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഒരു രൂപ പോലും അതിനകത്തില്ല, പക്ഷെ അവിടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ ഇടയായി തീർന്നു. ദൈവത്തിന് വേണ്ടി നമ്മളോട് പറഞ്ഞ സമയത്ത് നമ്മൾ ഇറങ്ങി തിരിച്ച നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് നൽകി തരും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഇവിടുത്തെ തണുപ്പ് അറിയാലോ, നല്ല തണുപ്പാ. അപ്പൊ ഈ തണുപ്പിന്റെ സമയത്ത് ഞങ്ങൾക്ക് നല്ല ഇതില്ല, കമ്പിളില്ല, ഡ്രസ്സില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച കർത്താവ് എങ്ങനെ ഇതിനെ അതിജീവിക്കും. പക്ഷെ ആ സമയത്ത് ഇതേപോലെ അതേ ആവശ്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ആന്റി കുറച്ച് പൈസ ഇട്ട് തന്നു. ഇങ്ങനെ ഓരോ നമ്മള് പ്രാർത്ഥിക്കുമ്പോ അതേ ആവശ്യം തന്നെ പറഞ്ഞ് കർത്താവ് ഞങ്ങളെ വഴി നിർത്തുക. എന്നെ ഏതെങ്കിലും അമ്മമാരോടൊപ്പം ഇരുന്ന് കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞുങ്ങളോടൊരു വാക്ക് പറയട്ടെ. എനിക്കൊരു പെൺകുഞ്ഞുണ്ട്, അവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും, പിള്ളേരുടെ എന്താവശ്യം, ഒരു മിഠായി, ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ പറയും പ്രാർത്ഥിച്ചോ യേശുപ്പച്ചൻ തരും എന്ന് പറയും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പം ഇവിടെ വന്ന സമയത്ത് വീട്ടില് ഒത്തിരി പപ്പയും അമ്മയൊക്കെ അടുത്തുണ്ട്. എന്ത് പറഞ്ഞാലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. നമുക്ക് പൈസ ഉണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടേത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവർ പല ആവശ്യങ്ങളും പറയുമ്പോൾ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ ഒരിക്കലും ഇവളിങ്ങനെ ഒരു ചോക്ലേറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ ചോക്ലേറ്റിന് അമ്മ എന്തായാലും മേടിച്ചു തന്നെ, അമ്മ എത്ര നാളായി ചോദിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, പോയിരുന്ന് പ്രാർത്ഥിക്കുക, യേശുപ്പച്ചൻ ഇന്ന് വൈകുന്നേരം ആവണേക്കാളും മുന്നേ അത് തരും എന്ന് പറഞ്ഞു. അവൾ അതേപോലെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളൊരു വീട് വിസിറ്റിങ്ങിന് പോയിട്ട് തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഇവള് പ്രാർത്ഥിച്ച അതേ ചോക്ലേറ്റ് ഇവളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പം ഇവള് സ്ഥലകാലബോധം നോക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കാതെ അവള് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഈ മിഠായിക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു ഉടുപ്പ് വേണോ? ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഏത് കളറാണെങ്കിൽ ആ കളർ തന്നെ ദൈവം അവൾക്ക് നൽകി കൊടുക്കും. അപ്പം നമ്മള് ഒരുമിച്ച് നിൽക്കുമ്പം ദൈവത്തിന് പല കാര്യങ്ങളും ചെയ്യാം. അതേപോലെ ശത്രുവിന്റെ പോരാട്ടം ഉണ്ട്. എങ്ങനെയാ നിന്ന് പോണേന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപയാല. കഴിഞ്ഞ വർഷം കർത്താവ് എന്നോട്
ആവർത്തിച്ച് ഞാൻ കേട്ടൊരു ശബ്ദമാണ് എന്റെ കൃപ നിനക്ക് മതിയെന്ന്. അപ്പൊ അത് ഞാനിങ്ങനെ ആവർത്തിച്ച് കേൾക്കുക മാത്രമല്ല, ഞാൻ ആ കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ ആ വേടും അത് തന്നെ. ഇപ്പൊ ഈ വചനങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചെവിയിൽ വന്ന ആരോ പറയുന്ന പോലെ ഞാൻ ഈ വചനം കേട്ട് പിന്നെ ആ പ്രയറിന് എനിക്ക് കിട്ടിയ വേഡ്സും അത് തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വചനത്തിന് എന്തോ എന്റെ ജീവിതത്തിനകത്ത് ചെയ്യാനായിട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു. പലതും ബുദ്ധി കൊണ്ട് കഴിയാത്തത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് മറുപടി കിട്ടത്തില്ല. പക്ഷെ ആ സമയത്ത് അതിന്റെ മറുപടി ആയിട്ട് ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നത്, അത് ജീവിതത്തിനകത്ത് അനുഭവിച്ചറിയുന്നത്, അത് അനുഭവിച്ചറിഞ്ഞാലേ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അതിന്റെ മറുപടി കാത്തിരിക്കുമ്പോൾ കർത്താവ് പറയാ, അല്ല, അതിനെ മറികടക്കാനായിട്ട് പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ തികഞ്ഞു വരും ദൈവശക്തിയാൽ ദൈവം പുലർത്തുമെന്ന് പറഞ്ഞപ്പം ആ രോഗം അവന്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ ആ ശൂലം അവന്റെ ശരീരത്തിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ അതിനെ മറികടക്കാനുള്ള ഒരു കൃപ അവന്റെ ശരീരത്തിനകത്ത് കർത്താവ് നൽകി കൊടുത്തു. അത് ശരിക്കും എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വീണ് എന്റെ ഈ കൈ, ഇതിന്റെ ഷോൾഡറിന്റെ എല്ല് പൊട്ടുവാനായിട്ട് ഇടയായി തീർന്നു. പൊട്ടി ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പം ആദ്യം പറഞ്ഞു കുഴപ്പമില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഷേപ്പ്ലെസ് ആയി പോയി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു സർജറി വേണം. ഞാൻ നോക്കിക്കഴിയുമ്പം ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ പൈസയൊക്കെ കെട്ടിവെച്ചിട്ട് വേണം സർജറി ആണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു സർജറി വേണ്ട, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു ഉഴിയുന്നൊരു സ്ഥലത്ത് പോയി അവിടെ ഉഴിയുമായിരുന്നു. പക്ഷെ എനിക്ക് വേദനയ്ക്ക് ഒരു കുറവില്ല, എന്റെ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് എനിക്കൊരു സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു സൂമീറ്റിൽ ഞാൻ യാദൃശികമായിട്ട് കയറിയതാ. ഞാൻ കയറിയ വീഡിയോ ഒന്നും ഓൺ ആക്കിയിട്ടില്ല. പക്ഷെ ആ ദേവദാസൻ പറഞ്ഞു, ഇതിനകത്ത് ഷോൾഡറിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി കയറിയിട്ടുണ്ട്, നിങ്ങളിപ്പോ വിശ്വസിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. ഞാന് പെട്ടെന്ന് എന്റെ ഞാനിങ്ങനെ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് കർത്താവ് സൗഖ്യം തരുക, ഞാനത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ വിശ്വാസത്താൽ ഞാൻ എന്റെ കയ്യിലിട്ടിരിക്കുന്ന ബെൽറ്റ് ഞാൻ ഊരിക്കളഞ്ഞു. പ്രിയരെ, എനിക്ക് വേദനയുണ്ട്, പക്ഷെ വിശ്വാസത്താൽ ചെയ്ത ഒരു കാര്യമാണ്. എനിക്ക് അത് സൗഖ്യം കർത്താവ് നൽകി തന്നു. പിറ്റത്തെ പ്രാവശ്യം ഞങ്ങൾ ചെക്കപ്പിന് പോയ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എല്ല് ജോയിന്റ് ആയി എന്ന് പറഞ്ഞു. എല്ല് ജോയിന്റ് ആയി എന്ന് പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അവര് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞു. ചെന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, കൈ മുകളിലേക്ക് പൊന്തിക്ക്, സൈഡിലേക്ക്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ കൈ അനായാസം അവര് ചെയ്തതുപോലെയല്ല എന്റെ കൈ കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും നാൾ അനക്കാതിരുന്ന കൈ അനക്കണമെങ്കിൽ ഒരു പക്ഷെ ഫിസിയോതെറാപ്പി വേണ്ടിയിരുന്നു. പക്ഷെ ഇത് ഫിസിയോതെറാപ്പി ഒന്നുമില്ലാതെ സൗഖ്യം കൊടുത്തു. അപ്പൊ അവരുടെ ചിന്ത എന്ന് വെച്ചാൽ നമ്മള് അതർ സ്റ്റേറ്റിലെ ആൾക്കാരായതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഈ സൗഖ്യം കിട്ടിയെന്ന് ഞാൻ പ്രൂവ് ചെയ്ത സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദേവദാസിന്റെ നമ്പർ കണ്ടുപിടിച്ച് ഞാൻ ആ ദേവദാസിനെ വിളിച്ചു കഴിഞ്ഞപ്പം ദേവദാസിനെ അന്ന് പ്രാർത്ഥിച്ച ഒരു വേർഡുണ്ട്, ആ മസിലുകളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അതായത് കൂടിയിരിക്കുന്ന മസിലുകളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, എന്തിനായിരിക്കും ദേവദാസിന് അപ്രകാരം പ്രാർത്ഥിച്ചതെന്ന് ചിന്തിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് ചെക്കപ്പിന് പോയപ്പോഴാണ് മനസ്സിലായത്, എന്റെ കർത്താവ് ഫിസിയോതെറാപ്പി അടക്കമുള്ള പാക്കേജ് എനിക്ക് തന്നത്. കർത്താവ് അതിനെല്ലാം റിലീസ് ചെയ്ത് പൂർണ്ണമായ ഒരു സൗഖ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. നമ്മൾ വിശ്വസിക്കുമ്പം നമ്മളത് എപ്രകാരമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഈ സാക്ഷ്യം എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ദൂത് കേട്ടതാ. ഒരു 2 ആഴ്ചക്ക് മുന്നേ എന്റെ അടുത്ത് ഇതിനു മുന്നേ ഞാനൊരു സാക്ഷ്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതും ഞാൻ ദൂത് കേട്ടതാ. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ ഞങ്ങളൊരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദേവദാസനുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളായിരുന്ന സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്തേക്കുക. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വിളിച്ച സമയത്ത് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവദാസ് പറഞ്ഞു, കുഞ്ഞ്, ദൈവാത്മാവിനോട് ഇപ്രകാരം പറയുന്നു, ഈ 2 ആഴ്ചക്കകത്ത് നിന്നെ ഒരു യൂട്യൂബിലെ ഒരു ചാനലിൽ നിന്ന് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് നിനക്കൊരു കോൾ വരുന്നു പറഞ്ഞു. കോള് വരുന്ന പറഞ്ഞപ്പോ ഞാൻ അതിനെ ആമയും പറഞ്ഞ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ ദിവസം അതിന്റെ വിളി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ അത്ഭുതപ്പെട്ടു. നമ്മളത് എപ്രകാരം ഏറ്റെടുക്കുന്നു അതിനകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ എന്ത് കേട്ടാലും ഞാനത് ആമയും പറഞ്ഞ് ഏറ്റെടുക്കും. ആമയും പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത സകല വിഷയത്തിന്മേൽ കർത്താവിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഹന്ന ദൈവസന്നിധിയിൽ തന്റെ ഹൃദയത്തെ പകർന്നു. ആ ഹൃദയത്തെ പകർന്നു കഴിഞ്ഞപ്പം ആ ഏലി പുരോഹിതൻ അവനെ പരിഹസിച്ചു. എന്നാലേ ഹന്നയുടെ അവസ്ഥയെ
ഹന്നയെ ഏലി പുരോഹിതനോട് അവിടെ തിരുത്തി കൊടുക്കുമ്പോൾ അവിടെ ആ ഹന്ന തന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നതിന്റെ മറുപടിയായിട്ട് അവിടെ ഒരു ആലോചനയാണ് വെളിപ്പെട്ടത് അല്ലെ. അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നീ ഇനി അടുത്ത ആണ്ടി വരുമ്പോൾ നിനക്കൊരു തലമുറ ഉണ്ടാകുന്ന ഒരു ഇത്, അത് വിശ്വസിച്ചത് കൊണ്ടല്ല ഹന്നയ്ക്ക് തലമുറ ഉണ്ടായത്. ഇന്ന് പലരും വിശ്വാസമില്ല. നമ്മള് എന്നെയും ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നത്. അപ്പം ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അത് അതുപോലെ ഏറ്റെടുക്കാനായിട്ട് ആ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അവരുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അതല്ലെങ്കിലും നമ്മൾ അതിനെ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് അത് പ്രവൃത്തിയായിട്ട് വെളിപ്പെടുന്നത്. ദൈവം നമ്മളോട് എന്ത് പറയുന്നതോ അതിനകത്ത് നമ്മളൊരു ദൈവമാണോ പറഞ്ഞ് പിന്നെയുള്ള വിദ്യാഭ്യാസമൊക്കെ ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യം, ബുദ്ധിയില്ലാത്ത കാര്യം, അറിവില്ലാത്ത കാര്യം ഒക്കെ ദൈവം പിന്നെ ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇതെല്ലാം പകർന്ന് നമ്മളെ അതിലൂടെ വഴി നടത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കുടുംബമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. ദൈവം ഞങ്ങളെ ഇന്ന് വരെയും അപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ഇതൊക്കെയാണ് ദൈവം എന്റെ ജീവിതത്തിനകത്ത് ചെയ്ത ഒത്തിരി കാര്യങ്ങള്. ദൈവത്തിന് ഒരു പ്രാഗൽഭ്യം, ഞാനെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം പോലെ എന്റെ ജീവിതത്തിനകത്ത് ഇല്ല. കാരണം അതിന് എന്നെക്കാൾ എത്രയോ കൃപയുള്ള ആൾക്കാരുണ്ട്, വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്, അറിവും പരിജ്ഞാനവും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത എന്റെ അപ്പ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ എന്റെ ഈ ബൈബിൾ എന്ന് പറയുന്നത് ഞാനിതൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ ഞാൻ ഓടിച്ചത് എന്റെ ബൈബിൾ എടുത്ത് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. പക്ഷെ ഞാനപ്പൊ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഒരപ്പൻ എന്നെ കെട്ടിപ്പിടിച്ച് പുറത്ത് തട്ടി വേണ്ട സാരമില്ലെന്ന് പറയുന്ന ഒരു ഫീൽ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും പറയും, ഞാൻ എവിടെ പോകുമ്പോഴും ഈ ബൈബിൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ കിടക്കുമ്പോഴും ഈ ബൈബിളുണ്ട്, ഈ ബൈബിൾ എന്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സുഖക്കുറവാ. അപ്പൊ ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ കിടക്കുന്നോടത്ത് ഞാനിത് എടുത്തു വെക്കും. അപ്പൊ ചിലപ്പോ ചില സമയത്ത് എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കളിയാക്കും. ഇങ്ങനെ കളിയാക്കാന്ന് വെച്ചാൽ എന്റെ ആ ഒരു വിശ്വാസത്തെ അവരിങ്ങനെ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയണമല്ല എങ്കിലും, പക്ഷെ ഞാൻ എന്റെ ഈ ബൈബിളിനെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കാരണം എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ ഓടിപ്പോയി ഞാൻ ഈ ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്ത് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ ഇതിനോട് സംസാരിക്കാം. ഇതേപോലെ ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെയാട്ടോ പ്രാർത്ഥിക്കുന്നത്. എന്റെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയാ. ഞാനിങ്ങനെ യേശുപ്പം അല്ലെങ്കിൽ പപ്പ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കും. ഞാൻ ഇങ്ങനെ ഇരുന്ന ഇത് ഒരു വ്യക്തിയാണെന്നുള്ള ബോധത്തോടു കൂടി ഞാൻ ഇതിനെ നോക്കി അങ്ങ് സംസാരിക്കും. പക്ഷെ അതൊരു ഫീലാ, ശരിക്കും അത് അനുഭവിക്കണം. അതിന്റെ ഒരു പക്ഷെ എനിക്ക് അപ്പനില്ലായിരുന്നു, ആ അപ്പന്റെ സ്നേഹം മുഴുവൻ എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ബൈബിൾ തന്നിട്ടുണ്ട്. എന്നെ ഒത്തിരി തളർന്നും ക്ഷീണിച്ചും പോയ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട് തളർന്നും ക്ഷീണിച്ചും പോയ അവസരങ്ങളൊക്കെ ഞാനൊന്ന് കണ്ണിറുക്കി പിടിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പം തീർച്ചയായിട്ടും എന്നെ ഒന്ന് പൊതിഞ്ഞു പിടിക്കുന്നത് ഞാൻ എത്രയോ തവണ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തില് അപ്പം പറയും സാരമില്ല, ഇതിന്റെ അപ്പുറത്തൊരു നന്മയുണ്ടെന്ന് എത്രയോ തവണ കർത്താവ് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പം എന്റെ ഹസ്ബൻഡ് ചില സമയത്തൊക്കെ എന്നെ വഴക്ക് പറയും. കാരണം ചിലപ്പോൾ 3 മണിക്കായിരിക്കാം, ചിലപ്പോൾ 2:30 എഴുന്നേറ്റ് ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കും. അപ്പൊ പറയും നിനക്ക് ഉറക്കം ശരിയാകാത്തതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയാം എന്റെ അപ്പൻ തരുന്ന ഡ്യൂട്ടി എനിക്ക് ചെയ്യണ്ട്. അപ്പൊ അങ്ങനെ എന്തോ കർത്താവ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു മുറിവാണ്. ഇതൊക്കെയാണ് എന്റെ പ്രാർത്ഥന വിഷയങ്ങൾ. ഞാനിങ്ങനെ പറയാം, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് കർത്താവ് മറുപടി കൊടുക്കുന്നത് കണ്ട് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. തീർച്ചയായിട്ടും ദൈവം ഒത്തിരി കാര്യങ്ങളെ സാക്ഷ്യങ്ങൾ കർത്താവ് എന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, അത് ഏത് കൃപാവരത്തെക്കാളും ശ്രേഷ്ഠമേറിയ ഒരു കൃപാവരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പ്രവചനാത്മാവുണ്ട്, പല കാര്യങ്ങളും പ്രവചിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ ആഴത്തിൽ ദൈവമായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്ന എല്ലാ കാര്യം തുറന്നു പറയാവുന്ന ഒരു സാഹചര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് കർത്താവ് എന്നെ പഠിപ്പിച്ചതാ, ഞാൻ എന്റെ ജീവിതത്തിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാ. ഞാൻ എല്ലാവരോടും പറയും പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മൾ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ഒരു 10 മിനിറ്റ് ആയിരിക്കും, അതിന് 15 മിനിറ്റ് ആക്കുക, അതിന് 20 മിനിറ്റ് ആക്കുക, അങ്ങനെ കൂട്ടി ഓരോ ദിവസവും അതിനെ വർദ്ധിപ്പിച്ച് അതൊരു മണിക്കൂറാക്കി. എന്റെ ജീവിതത്തിൽ എനിക്കറിയാം, ഒരു 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ അറിയാത്ത ഞാനായിരുന്നു. പക്ഷെ ഇന്ന് കൃപയാൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത് വിളിച്ചു പറയുകയല്ല, പക്ഷെ ഒരു 3 മണിക്കൂറെങ്കിലും ഒരു ദിവസത്തിന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിനെ സഹായിക്കുന്നുണ്ട്. അത് പോരാ എന്ന് എനിക്കറിയാം, ഇനിയും പ്രാർത്ഥിക്കണമെന്ന് എന്റെ
ആഗ്രഹം. അപ്രകാരം കർത്താവ് എന്താണോ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും വരെ വിശ്രമമില്ലാതെ പടവെട്ടുവാനായിട്ട് രോഗങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, നിന്ന വരും, കഷ്ടം വരും. നമ്മുടെ ഒപ്പം നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ നമ്മുടെ ആ ഒരു വിഷൻ അവർക്ക് മനസ്സിലായിക്കോളുന്നില്ല. പക്ഷെ അതിനെയൊക്കെ നെവർ മൈൻഡ്, അതിനെയൊക്കെ മാറ്റി വെക്കുക. അപ്പം നമ്മളോട് എന്താണ് പറഞ്ഞത് അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നമ്മളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കും. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവ് എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്ന്. ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അതല്ലാതെ കർത്താവ് എന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കത്തില്ല. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് 1-2 വരികളൊക്കെ എഴുതാൻ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പുസ്തകം എഴുതി തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ പൂർത്തീകരണം ആയിട്ടില്ല, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളാണ്. ഇതിനൊക്കെ വേണ്ടി ഞാൻ അത് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എന്നെ ദൈവസന്നിധിയില് ഞാൻ എന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എന്റെ അനുഭവങ്ങൾ, ചെറിയ അനുഭവങ്ങൾ. ആമേൻ ആമേൻ. ദേവദാസിയെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കേൾക്കുവാന് കർത്താവ് സഹായിച്ചല്ലോ. ദേവദാസിയെ പ്രാർത്ഥിച്ചാട്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യേശുപ്പ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. കർത്താവെ ദൈവമേ ഈ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ കർത്താവെ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് യേശുപ്പ എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. എന്നാൽ മഹത്വമേറിയ കർത്താവെ ചില സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് യേശുപ്പച്ച ഇന്ന് കർത്താവ് അടിയൻ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ജീവിതത്തിനകത്ത് കടന്നു വന്ന കൈപ്പേറിയ അനുഭവങ്ങള് കർത്താവെ പലരും പരിഹസിച്ച് നിന്ദിച്ച് മാറ്റി നിർത്തിയ സാഹചര്യങ്ങളിലും അപ്പ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ശരണം പ്രാപിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് ഇടയാക്കി തീർത്തത് ഇതിനു വേണ്ടിയാണെന്ന് അടിയൻ മനസ്സിലാക്കുന്നു. അപ്പ കർത്താവ് ഈ സമയം കർത്താവ് തന്ന അനുഭവങ്ങള് കർത്താവെ പങ്കുവെക്കുവാൻ ഹല്ലേലൂയ കർത്താവ് സഹായിച്ചല്ലോ. മുഴുവൻ മഹത്വം എന്റെ യേശുവിന് തരുവേകപ്പ കർത്താവെ. ഹല്ലേലൂയ. പ്രിയ സിസ്റ്റർക്കായിട്ട് സ്തോത്രം. ഈ കർത്താവ് മീഡിയയ്ക്കായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേകർക്ക് കർത്താവ് ഇതൊരു അനുഗ്രഹമായി മാറണം കർത്താവെ. ഈ മീഡിയ കർത്താവെ അനേകരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതായി മാറണം, പ്രാർത്ഥിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായി മാറണം കർത്താവെ. ഹല്ലേലൂയ. അടിയന്റെ ഈ ചെറിയ അനുഭവവും കർത്താവെ അനേകർക്ക് കർത്താവ് ഒരു ഉപകാരമായി വരുവാൻ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സമയമൊക്കെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കാൻ സഹായിച്ചതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന അതിനും കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വമാന മഹത്വം യേശുവിനെ എടുത്താട്ടെ. എല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം എന്റെ ജീവിതത്തിനകത്ത് ഒരുക്കി തന്ന ചോയ്സ് ടിവിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ അറിയിച്ച സിസ്റ്ററോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ.